കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെ ഒരു കൊലക്കേസിലെ പ്രതിയെ ജില്ലാ അധ്യക്ഷനാക്കിയിട്ടുണ്ടെങ്കിൽ പാലക്കാട് BJP മാത്രമാണ്. 302 കേസിൽ, അത് രാഷ്ട്രീയ കൊലപാതകമല്ല, ഒരു ഗുണ്ട നേതാവ് കൊല്ലപ്പെട്ട കേസിൽ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ്. നിലവിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നയാളാണ്. ഒരു കൊലയാളിയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഗ്രാവിറ്റി കൂടണമല്ലോ. 302 കേസിൽ വിചാരണ നേരിടുന്ന ഒരാൾ വീണ്ടും കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ ഈ പോലീസ്, പാലക്കാട്ടെ പോലീസ് അത് കണ്ടില്ല എന്നടിക്കുകയാണോ? ശക്തമായ നടപടി എടുക്കണ്ടേ? അലക്സ് വധക്കേസിലെ പ്രതിയല്ലേ ഇവിടുത്തെ ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റ്? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഒരു കൊലയാളി കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കൂടും? അത് കോടതിയിൽ കൊടുക്കേണ്ടതാണ്, കേസുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഈ പാലക്കാട്ടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ മുഴുവൻ അയാൾ നേതൃത്വം കൊടുക്കുകയാണ്. എന്നിട്ട് പോലീസിന് ഇത് അറിയാത്തതാണോ? ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാർക്ക് ഇത് അറിയാത്തതാണോ? ഇയാൾ കൊലപാതക കേസിലെ പ്രതിയാണെന്ന് അറിയാത്തതാണോ? രാഷ്ട്രീയ കൊലപാതകമല്ല, ഏതെങ്കിലും തരത്തിൽ വ്യാജമായിട്ട് കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ളതല്ല. RSSന് വേണ്ടി ഗുണ്ടാപ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ RSSനെതിരായി മാറിയപ്പോൾ RSS നടത്തിയൊരു കൊലപാതകം, ആ കൊലപാതകത്തിലെ പ്രതിയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ്. ആ BJPയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥലത്തെ MLAക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ അതിനെ ഗുരുതരമായിട്ട് കാണണ്ടേ? കേസെടുക്കണ്ടേ? ഈ നിമിഷം വരെ കേസെടുത്തിട്ടില്ലല്ലോ. ഒരു സഹപ്രവർത്തകർക്കെതിരെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ട് പോലും ഇവിടെ അത് ക്ഷമിച്ചിരിക്കുകയാണ് പോലീസ്. ഇതേ നിലപാട് മറ്റ് സംഘടനാ പ്രവർത്തകരോട് പോലീസ് ചെയ്യൂ? ഇരട്ടത്താപ്പുണ്ടെന്ന് മാത്രമല്ല, പാലക്കാട് SP ആയിട്ടിരിക്കുന്ന ആ അയാൾ RSSുമായി ബന്ധപ്പെട്ടയാളാണെന്ന് സംശയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ എടുക്കുന്ന നിലപാടുകൾ മുഴുവൻ RSSന് അനുകൂലമാണ്. പാലക്കാട്ടെ SP RSSന് അനുകൂലമായി നിലപാടെടുക്കുന്നയാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശക്തമായിട്ടുള്ള നടപടി വേണം. ഇത് പിണറായി വിജയൻ കൂടി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ, അദ്ദേഹമാണല്ലോ ആഭ്യന്തര കൈയാളുന്നത്. അപ്പോൾ BJP ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, RSS ഇത്തരം കൊലവിളി നടത്തുന്ന സമയത്ത് അവരെ സഹായിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ്. ഇവിടെ MLAക്കെതിരെ കൊലവിളി നടത്തിയിട്ട് പോലും കേസെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്തൊരു പോലീസാണ്? ഇത് കേരളമല്ലേ? കേരളത്തിലെ ഈ പാലക്കാട്ടെ ജനങ്ങൾ ചരിത്ര ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചൊരു MLA അല്ലേ? അപ്പോൾ ആർക്കെതിരെയാണ് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അസഹിഷ്ണുതാപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും.